48 വർഷമായി തേനീച്ചപ്പരിപാടിയായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് 48 വർഷമായി. തേൻ കൃഷിയിൽ നിന്ന് എനിക്ക് നേട്ടങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്കിപ്പം 1 ടണ്ണ് തേൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 3-3.5 ലക്ഷം രൂപയുടെ എനിക്ക് 1.5 ടൺ എടുത്തോളം കിട്ടാറുണ്ട്. ഒരു വർഷം കിട്ടാറുണ്ട്. പറമ്പിൽ പ്രകൃതി തേനായി, റബ്ബറേക്കൂടെ തേനായി കഴിഞ്ഞാൽ മഴ പെയ്യാതെ 30 ദിവസം കിട്ടിയാൽ മതി. ഒരു ദിവസം പോലും വേണ്ട. കൃത്യം 30 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് ഒരു പെട്ടിക്കാവുന്ന 20 കിലോ എടുത്ത്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തേനീച്ച കൃഷിയിലെ ദ്രോണാചാര്യരായ ടോമിച്ചായൻ്റെ 48 വർഷത്തെ പരിചയ സമ്പത്തിൽ നിന്നും തേനീച്ചയെ എങ്ങനെ പരിപാലിപ്പിക്കണമെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമുള്ള കാര്യങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ ഈ വീഡിയോ. തേനീച്ച കൃഷി ചെയ്യുന്നവർക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഒരുപോലെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. ഞാൻ പറയുന്ന ഈ അഭിപ്രായങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റുകൾ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് തിരുത്താൻ ശ്രമിക്കുന്നതാണ്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഈച്ച. ഇത് ഈച്ച വളർന്ന് വന്നിട്ടില്ല, ഈച്ച വളർന്ന് വരണം. തേനെടുക്കാനാകുമ്പോഴത്തേക്ക് ഇത് നിറയും, ഇതുപോലെ സൂപ്പറുടെ നിറയും. ഇതിപ്പോൾ അടിയിലിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈച്ച വെയിൽ കാരണം അടിയിൽ ഇറങ്ങിയിരിക്കുന്നതാണ്. ഈ ഷെൽഫ് നമ്മളിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുന്നതാണ്. അതെ, ആ താഴത്തെ കോളനി പോലെ ഇങ്ങനെ ഒരു ട്രേ വെച്ചിട്ടില്ലേ? അല്ലാത്ത അട ഇവർ പണിയുന്ന അടയാണ്, അതിൽ തന്നെ ഉണ്ടാക്കുന്ന. നമ്മളിത് കരട്ടോട്ട് തേൻ എടുക്കണമെങ്കിൽ പ്രകൃതി തേനായാൽ മാത്രമേ ഇവർ കരട്ടോട്ട് ഇങ്ങനെ പണിത് വരത്തുള്ളൂ. പ്രകൃതി തേനാകണമെങ്കിൽ ഇപ്പം നിൽക്കുന്ന ഈ റബ്ബറെല്ലാം പൊഴിഞ്ഞ് പുതിയ ഇല ഉണ്ടാകണം. പുതിയ ഇല ഉണ്ടായി കഴിഞ്ഞ് ഒരു പകുതി മൂപ്പായി കഴിയുമ്പോൾ തേൻ ഉണ്ടാകുന്നു. ഈ റബ്ബറിന്റെ റബ്ബറൊന്നും മാത്രമാണ് തേൻ കിട്ടുന്നത്. റബ്ബറെ മാത്രമാണ്. ഈ തെങ്ങയിലൊക്കെ പൂവും പൂമ്പടിയൊക്കെ ഉണ്ട്, അത് അവർക്കുള്ളത് നമുക്ക് കിട്ടത്തില്ല. സീസണായി കഴിഞ്ഞാൽ നമുക്ക് തേൻ ഒഴുകി വരും, നമുക്ക് കാണാം. ഞെട്ടേ കൂടെ ഒഴുകി വരും നമുക്ക് കാണാം. ആണല്ലേ? ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളെടുത്ത് ഒരു 3-4-5 ദിവസം 5 ദിവസമൊക്കെ ആകുമ്പോൾ ഫുള്ളാവും കിട്ടുന്നത്. 5 ലിറ്റർ തേൻ കിട്ടിയെങ്കിൽ ഒരു 5 കിലോ പെട്ടിക്കകത്ത് കിട്ടിയെങ്കിൽ ഒരു 5-6 ദിവസം കഴിഞ്ഞ് വീണ്ടും 5 കിലോ കിട്ടും. ഇതേപോലത്തെ ഒരു പെട്ടിക്കകത്ത് നമുക്ക് 5 ലിറ്റർ തേനോളം കിട്ടും. ഒരു സമയത്ത് ഒരു ട്രിപ്പ് അതെടുത്തൊരു 5-6 ദിവസം കഴിയുമ്പോൾ വീണ്ടും അതുപോലെ സ്ട്രോങ് സെറ്റിൽ, അല്ലാതെ എല്ലാ സെറ്റിലും വരത്തില്ല. എല്ലാം നമുക്ക് റബ്ബറാണെങ്കിലും പല വലിപ്പത്തിലും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ചില പെട്ടി ഈച്ചകൾ കണ്ടോണം തേൻ ഉണ്ടാക്കും. അല്ലെങ്കിൽ അവരത്ര സ്ട്രോങ് ആയിരിക്കും, അവരങ്ങനെ പണിയെടുക്കുന്നവരാ. എല്ലാം അങ്ങനെ പറഞ്ഞ നിർബന്ധമില്ല. ഇപ്പോൾ 100 പെട്ടി ഉണ്ടെങ്കിൽ ഒരു 10-60 പെട്ടിയോളം സ്ട്രോങ്ങുകൾ കാണും. ബാക്കിയുള്ള ഇച്ചിരി 5 ലിറ്റർ കിട്ടിയില്ല 3 ലിറ്റർ 4 ലിറ്റർ അങ്ങനെ കിട്ടുന്ന പെട്ടി വരും. ഈ പെട്ടി തന്നെ നമ്മൾ വേറെ പകർത്ത് അടുത്ത വേറെ പെട്ടിയാണ്. ഡിവൈഡ് എല്ലാം കഴിഞ്ഞതാണ്. അത് ഒക്ടോബർ-നവംബർ മാസത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇനി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈച്ച നമുക്ക് ഈ വർഷത്തെ കിട്ടാതെ വരും. ഈ ഒരെണ്ണം ഇപ്പോൾ ഒരു ഡിവൈഡ് ചെയ്യുന്ന സമയമാകുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ എത്ര കോളനി വേറെ ആക്കാൻ പറ്റും? അത് ഈച്ചയുടെ മെമ്പേഴ്സിന് എണ്ണം പോലെ ഇരിക്കും. ഇത് ചില ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഫുൾ ഈച്ച ആയി കഴിഞ്ഞാൽ നമ്മൾ പല തരത്തിൽ ഡിവൈഡ് ചെയ്യരുത്. അല്ല, ഇതിനകത്ത് മറ്റേ റാണി ഈച്ച പോലെ ഈച്ച നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഉണ്ടാക്കുവാണ്. നമ്മളനുസരിച്ച് എപ്പോൾ റാണി ഉണ്ടാക്കാൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെ? അത് നമ്മൾ അതിനകത്ത് റാണിയെ മാറ്റി കഴിയുമ്പോൾ അതിന് തന്നെ ഈച്ചകൾ ഉണ്ടാക്കും. ഈച്ചകൾ ഉണ്ടാക്കും. അത് ഒരു കോളനി നമ്മൾ വിരിച്ചു വെച്ച് കഴിഞ്ഞാൽ റാണി മാറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സെല്ലുകൾ ഉണ്ടാവും അതിനകത്ത്. ഒരെണ്ണമൊന്നുമല്ല, ഇവർക്ക് ഒരെണ്ണത്തിന്റെ ആവശ്യമുള്ളൂ. ഈച്ചകൾ കൂടുതലുള്ള സെറ്റാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റാണി ഉണ്ടായി കഴിഞ്ഞാൽ ഓരോ സെറ്റുകളായിട്ട് പിരിഞ്ഞ് പൊക്കൊണ്ടിരിക്കും. അത് നമുക്ക് നഷ്ടമാണ്. അതിന് നമ്മൾ വിടാതിരിക്കാൻ അത് പോയിട്ട് വേറെ എവിടെയെങ്കിലും പോയി സെറ്റായിട്ട് വേറെ സെറ്റായിട്ട് ഒരു വാഴുക. അപ്പം നമ്മൾ അങ്ങനെ വിടാൻ നമുക്ക് പറ്റത്തില്ല. നമ്മളിത് റാണി ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് റാണി സെല്ല് നമ്മൾ കണ്ടിച്ചെടുത്ത് എന്നിട്ട് വേറെ പെട്ടികൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് ഈ കൂടെ ഓരോ സെല്ല് കൊണ്ട് വെച്ച് കൊടുക്കും. റാണി സെല്ല് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാഴ്ചയിൽ നീളത്തിൽ കാണും. മറ്റേതൊക്കെ ചെറുതാണ്, തൂങ്ങിക്കിടക്കും. മറ്റൊക്കെ നമുക്ക് നിരപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. റാണി സെല്ല് എന്ന് പറയുമ്പോൾ അടിയിലെ സൈഡിലെ ഉണ്ടാക്കത്തുള്ളൂ, അതിങ്ങനെ തൂങ്ങി കിടക്കും. ഇത്ര നീളം കാണും. അത് ഈച്ചക്ക് വലിപ്പമുള്ള സാധനമാണ്. അതുകൊണ്ട് അടിയിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളതിനെ എടുത്ത് പല പെട്ടിയിലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനകത്ത് വെച്ച് കൊടുക്കാം. ഈ പെട്ടിയിൽ ഈച്ചകൾ വേറെ പെട്ടിയിൽ നിന്നും പോയി കയറത്തില്ല. അത് ഇന്നിപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിപ്പോ ഒരു പെട്ടി ഈച്ച ഫുള്ളാണ്. നമ്മൾ ഈ പെട്ടി തിരിച്ച് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ശരി ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇവർ തമ്മിൽ കണ്ടക്കുത്താം. അങ്ങനെയാണ് ഇവരുടെ രീതി. അവർ വേറെ സെറ്റായിട്ട് പോയി. നമ്മളൊക്കെ ഈ മക്കളൊക്കെ വേറെ വിടുകയല്ലേ, അവരങ്ങ് പോവല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ സംഭവം. ഇത് തന്നെ ഇന്നത്തെ റാണിയും കുറെ ഈച്ചക്കാരും അങ്ങ് പോവുകയാണ്. അവർ വേറെ സെറ്റായിട്ട് കൂടും. പിന്നെ അവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ അവർ കുറച്ച് വീണ്ടും അവർ പിരിഞ്ഞ് സെറ്റായി. അങ്ങനെയാണ് ഇതിങ്ങനെ വ്യാപിച്ച് വരുന്നത്. നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുകയാണിത്. ഇപ്പം നമ്മളിപ്പോൾ എത്ര വർഷമായി ചേട്ടൻ ഇപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങി? 48 വർഷമായി തേനീച്ചപ്പരിപാടിയായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് 48 വർഷമായി. ആദ്യമൊക്കെ അപ്പോഴത്തെ നമുക്ക് അറിയത്തില്ലായിരുന്നു. അതിന് കുറേ പൊട്ടപ്പണികളൊക്കെ നമ്മൾ കാണിക്കും, അറിയത്തില്ല. അത് കഴിഞ്ഞ് ഇന്ന് ക്ലാസ്സുകളൊക്കെ കൂടി എല്ലാം പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഇങ്ങനെ സത്യത്തിൽ ഇപ്പോഴത്തെന്ന് പറഞ്ഞാലും ഫുൾ പണി നമ്മൾ ഇപ്പോഴും പഠിച്ചിട്ടില്ലെന്ന് പറയാം. എന്നാൽ ഏതാണ്ടായി എന്നാലും ശരി ഇതിനകത്ത് പഠിക്കാതെ. കാരണം ഈ ചെറിയ ഈച്ചയുടെ കോളനിയാണ് ഈ മേളിൽ കാണുന്നത് അല്ലേ? ഈ ചങ്ങി പോകുന്നത്
ഇതെല്ലാം എത്ര നാൾ കൂടുമ്പോഴേ എടുക്കുന്നത്? 1.5 വർഷം 200 മില്ലി 250 മില്ലി അത്ര 200 മില്ലി 250 മില്ലിയെ ഈ ചെറുതേന്റെ അതിനകത്ത് കിട്ടത്തുള്ളൂ. അത് മെഡിസിനാണ്, മരുന്നാണ്. ഈ റബ്ബറിന്റെ തേൻ ഇവരെടുക്കത്തില്ല അന്നേരം അല്ലേ? പൂക്കളിൽ നിന്നാണ് അല്ലേ എവിടെയെങ്കിലും പോയി പൂക്കളിൽ നിന്ന് മാത്രം എടുക്കത്തുള്ളൂ അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ മെഡിസിനാണ്. ഇതെന്തോരം ഉണ്ടെങ്കിലും വിൽക്കാം, വില ഒരു പ്രശ്നമേ അല്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഒറിജിനൽ ചെറുതായും കിട്ടിയെങ്കിൽ എന്ത് വില കൊടുത്താലും നഷ്ടമായി. അല്ല, എൻ്റെ വീട്ടില് 2 സ്ഥലത്തും മറ്റേ ഈ ഹോളോ ബ്രിക്ക് കൊണ്ട് മതിൽ കെട്ടിയേക്കുന്ന അതിന്റെ അകത്തുണ്ട്. കോളോബ്രിക്സിന്റെ കട്ടക്കകത്തുണ്ട്. അവിടെയൊക്കെ ആലപ്പുഴയല്ലേ, റബ്ബറൊന്നും ഇല്ലല്ലോ. റബ്ബറൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ തെങ്ങുണ്ട്. തെങ്ങേന്ന് പൂമ്പടി ശേഖരിക്കും. അത്യാവശ്യം ചെറുതേന് വേണ്ടത് എപ്പോഴും തേനല്ല അവർക്ക് വേണ്ടത്, അവർക്ക് വേണ്ടത് പൂമ്പടിയാണ്. ഇവർക്ക് വേണ്ടത് നേരെ തിരിച്ചാണ്, ഇവർക്ക് വേണ്ടത് തേനാണ്. വലിയ ഈച്ചക്ക് തേനാണ് വേണ്ടത്. പൂമ്പടി അവർക്ക് ശേഖരിക്കും, റാണിക്കൊക്കെ കഴിക്കാൻ വേണ്ടി മാത്രം. ഈ ഒരു ചെറുതേൻ കോളനി ഈ കൂട് വിട്ട് പോകാന്ന് വിട്ടില്ല, അവർ പോവുകയാണെങ്കിൽ തേൻ മൊത്തം വെച്ചിട്ടേ പോകും. പൂമ്പടി മൊത്തം വരുന്നില്ല, അവർക്ക് പൂമ്പടി പോകും. തേനീച്ച ഉണ്ട്, എല്ലാ രണ്ടിലും ഉണ്ട്. ഈച്ച വന്നും പോയി നിൽപ്പുണ്ട്. ഞാൻ മതിൽ തേച്ചപ്പോഴും ഞാൻ അതിനെ സെക്യൂർ ചെയ്തിട്ടാണ് തേച്ചത്. അപ്പൊ അതുവഴി അവരിപ്പോഴും ഉണ്ട്. നമുക്ക് ഇവരെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമോ വേറെ ബോക്സിലോട്ട്? ബോക്സിലോട്ട് ആക്കണമെങ്കിൽ കെണിക്കൂടെന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് മേടിക്കാൻ. അല്ല, ഇതേപോലെ വല്ല കൂടെ അതിനോട് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഒന്നും വരത്തില്ല. നമ്മൾ ചിലപ്പം പെട്ടി അടുത്ത കെട്ടി തൂക്കിടുവാണെങ്കിൽ എനിക്ക് തന്നെ ഒന്ന് കൂട് പെട്ടികളൊക്കെ ഉണ്ട്, തന്നെ ഒന്ന് കൂടുന്നത് ആണല്ലേ. ഇവര് സെറ്റ് വിരിയുമ്പോൾ ഇവര് വലിയ ദൂരോട്ട് പോകാതെ ഇവരെ അടുത്ത എവിടെയൊക്കെ ഒരു കയറും. എനിക്ക് അങ്ങനെ തന്നെ കയറി പെട്ടികളൊക്കെ ഞാൻ തന്നെ ആണല്ലേ. വനിതാൻ പോയി വെച്ചിട്ട് മൂടി കെട്ടി വെച്ചിരുന്ന പെട്ടി കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ ഞാൻ നോക്കുമ്പോൾ ചെറുതാൻ വന്ന് കൂടി. പിന്നെ ഞാൻ പെട്ടിക്കകത്താക്കി, ഏറ്റവും അങ്ങനെ എടുത്തിറങ്ങുന്ന പെട്ടി അങ്ങനെ ഞാൻ പിടിച്ചെടുത്തത്. ഈ പെട്ടിക്കകത്ത് ഞാൻ അതിനകത്തോട്ട് മാറ്റി ഷിഫ്റ്റ് ചെയ്തു. നമുക്കിപ്പോ എന്തൊക്കെ ഈ തേൻ കൃഷിയിൽ നിന്ന് ചേട്ടൻ ഇപ്പൊ എന്തൊക്കെ നേട്ടങ്ങളാണ് കിട്ടിയേക്കുന്നത്? തേൻ കൃഷിയിൽ നിന്ന് എനിക്ക് നേട്ടങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞാൽ, എനിക്കിപ്പം 1 ടൺ തേൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 3-3.5 ലക്ഷം രൂപയുടെ എനിക്ക് 1.5 ടൺ എടുത്തോലും കിട്ടാറുണ്ട്. ഒരു വർഷം കിട്ടാറുണ്ട്. അത് കാലാവസ്ഥ പോലെ ഇരിക്കും. ഈ വർഷം നമ്മൾ തേൻ ഉൽപ്പാദിച്ച് കഴിഞ്ഞ് പിന്നെ അധികം മഴ പെയ്യായിരിക്കുന്നതാണ് നല്ലത്. തേൻ പറമ്പിൽ പ്രകൃതി തേനായി, റബ്ബറേക്കൂടെ തേനായി കഴിഞ്ഞാൽ മഴ പെയ്യാതെ 30 ദിവസം കിട്ടിയാൽ മതി. ഒരു ദിവസം പോലും വേണ്ട. കൃത്യം 30 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് ഒരു പെട്ടിക്കാവുന്ന 20 കിലോ എടുത്ത് നമുക്ക് തേൻ കിട്ടും. അത് മതി. 30 ദിവസം കിട്ടിയാൽ. എന്തൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് സാർ? എനിക്ക് ഈ തേനീച്ച കൃഷിയുടെ മികച്ച കർഷകനായിട്ട് എനിക്ക് ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അതിന്റെ മെന്റോ കൂടി ഇരിപ്പുണ്ട്. അത് അതിന്റെ ഫ്ലക്സാണ് ഞാൻ അടിച്ചു വെച്ചിരിക്കുന്നത്. ഈ വർഷം എനിക്കാ കിട്ടിയത്. നമ്മുടെ വീട് ഇവിടെ തന്നെയാണ് നേരത്തെ തൊട്ട്? ഞാൻ ഇവിടെ താമസിക്കാൻ ഒരു 28 കൊല്ലത്തോളമായി. പൂഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലം അറിയാമോ? കേട്ടിട്ടുണ്ട്. അവിടെയായിരുന്നല്ലേ. നമ്മൾ എങ്ങനെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും വേറെ തേൻ വാങ്ങിക്കുന്നത് ഒറിജിനൽ ആണോ അല്ലേ എന്ന് അറിയണമെങ്കിൽ? ഒരു വേറെ 3/4 ഗ്ലാസ് വെള്ളം എടുക്കുക, അതിനകത്തോട്ട് 1 സ്പൂൺ തേൻ അങ്ങോട്ട് ഒഴിക്കുക. ഞാൻ ഈ തരുന്ന സാധനം ഒറിജിനൽ തേൻ നമുക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് കാണാം, വെള്ളത്തിലൂടെ പോകുന്നത് നമുക്ക് കാണാം. നേരെ അടിയിലോട്ട് പോയി താഴെ കിടക്കും. നമ്മൾ ഇളക്കിയാൽ ഇത് വെള്ളമായിട്ട് യോജിക്കുകയുള്ളൂ. അതാണ് ഒറിജിനൽ തേൻ. മറ്റേ വെള്ളമല്ലേ, മറ്റേത് ഒഴിക്കുമ്പോ തന്നെ വെള്ളത്തിനോട്ട് ഡയലൂട്ട് ആയി പോകും അല്ലേ? മറ്റേ പോകത്തില്ല. നമുക്ക് കാണാം, അടിയിൽ പോയി കിടക്കുന്നത് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഒഴിച്ചു നോക്കിയോ, അടി കിടക്കുന്നത് നമുക്ക് കാണാം. ഇളക്കിയിട്ട് ഒത്തിരി ഇളക്കിയാൽ ഇത് വെള്ളമായിട്ടൊന്ന് ചേരുള്ളൂ. അതാണ് ഒറിജിനൽ തേങ്ങ. പിന്നെ പേരെങ്ങനെയായിരുന്നു പറഞ്ഞത്? ടോമി. പിന്നെ ഒരു പേപ്പറിലോട്ട് എടുത്തുള്ളൂ വെള്ളം തേൻ അങ്ങോട്ട് ഒഴിക്കുക. കുറെ കഴിഞ്ഞ് അതിന്റെ അടി നനയത്തുള്ളൂ, പേപ്പറിന്റെ അടി നനയത്തുള്ളൂ. കുറെ കഴിഞ്ഞിട്ട് പേപ്പറിന്റെ അടിയിലേക്ക് നല്ല തേനാണ് നനയത്തുള്ളൂ. മറ്റേ വെള്ളമല്ലേ, മറ്റേത് വെള്ളമാകുമ്പോൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് മാറും. ഞാനിത് ഇങ്ങനെ ടെക്നിക്കൽ എല്ലാം പറഞ്ഞാ കൊടുക്കുന്നത്. എനിക്ക് അങ്ങനെയുള്ള പൈസ മതി. എനിക്ക് ഒറിജിനൽ സാധനം കൊടുത്തുള്ള വില മാത്രം മതി. അല്ല, പൈസ എനിക്ക് വേണ്ട. നമുക്ക് ജീവിക്കാനിത് അത് മതി, എനിക്ക് ജീവിക്കാനിത് മതി. എന്തായാലും ഞങ്ങൾ ഇതിലെ വന്ന് ജസ്റ്റ് കാണാൻ പറ്റി. ഇതൊക്കെ കയറി ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും അറിയാനും പറ്റി. ഇവർക്ക് മറ്റേ ചെറുതേന്റെ പോലെ മൗത്തില് ഇങ്ങനെ വെച്ചതൊന്നും ഇല്ല അല്ലേ? ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അതുവഴി ആയിക്കോളൂ അല്ലേ? കേറാനും തിക്കായിട്ടല്ലേ? ഇപ്പം നമുക്ക് അതിന്റെ ആവശ്യമില്ല, ഈച്ച ഉള്ളു. ഇപ്പോൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, കുറച്ച് ഈച്ച ഉള്ളു. ഇപ്പൊ ഒത്തിരി ഈച്ച ആകാൻ പാടില്ല. ആണല്ലേ? ഇപ്പൊ ഒത്തിരി ഈച്ച ആയി കഴിഞ്ഞാൽ സീസൺ ആകുമ്പോൾ കഴിയുമ്പോഴത്തേക്ക് തിരിഞ്ഞു പോകും. അപ്പൊ ഒന്നും കിട്ടത്തില്ല, ആ വർഷം ഒന്നും കിട്ടത്തില്ല. ഇതിപ്പോ കുറച്ച് ഈച്ച ആകാവുള്ളൂ. കുറച്ച് ഈച്ച ഇരുന്ന് സീസൺ ആകുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് തന്നെയല്ലേ ഈച്ചകളാകുന്നത്? അതെ ആവും. അവിടെ നമ്മൾ കുറച്ച് അട കുറച്ച് നോക്കും. ഈ അട വെച്ച് അടയുള്ള ഈച്ച മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ അട നമ്മൾ നോക്കും, ഇടയ്ക്ക് നോക്കും. ഈച്ചയുടെ അടവ് കാണുമ്പോൾ നമുക്കറിയാം. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി നോക്കും. അല്ല പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ ഇത്തിരി ഈച്ച രക്ഷപ്പെടണം നമ്മൾ ഇവിടെ ഇരിക്കും. അല്ല, എത്ര നാൾ കൂടുമ്പോൾ നമ്മളിത് തുറന്ന് നോക്കും? ഞാൻ ഒരാഴ്ച 1-2 ഒക്കെ നോക്കും. ആണല്ലേ? ഈ ചില സമയങ്ങൾ നമ്മൾ 1-2 ദിവസം നോക്കേണ്ട സമയങ്ങൾ വരും, ഡിവൈഡ് ചെയ്യുന്ന സമയത്തൊക്കെ.